ഗുരുവായൂരിൽ ഭക്തർക്ക് സുഖദർശനം സാധ്യമാക്കുന്നതിനായി ദേവസ്വം നടപ്പാക്കുന്ന വെർച്വൽ ക്യൂ ദർശന സൗകര്യം ആരംഭിച്ചു. ആദ്യഘട്ടമെന്ന നിലയിൽ മണിക്കൂറിൽ 300 ഭക്തർക്കാണ് ഓൺലൈൻ വഴി ദർശനം. പരീക്ഷണാടിസ്ഥാനത്തിൽ എല്ലാ ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയുമാണ് ദർശനം. ദിവസവും 8 മണിക്കൂർ വെർച്വൽ ക്യൂ ദർശനം ഉണ്ടാകും. ജെയ്സൺ ചാമവളപ്പിലുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ഗുഡ് മോർണിംഗ് ജെയ്സൺ. അങ്ങനെ വരുമ്പോൾ പ്രതിദിനം 2400 ഭക്തർക്ക് ദർശന സൗകര്യം ലഭിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ. നമുക്കറിയാം, ഗുരുവായൂരിലെത്തുന്ന അവർക്കറിയാം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എത്രത്തോളമാണ് ക്യൂവിൽ നിൽക്കുന്നതും ദർശനത്തിനായിട്ട് നിൽക്കേണ്ടി വരുന്നൊരു ബുദ്ധിമുട്ടും. അപ്പോൾ ഈ രീതിയിൽ ഇത് വെർച്വൽ ക്യൂ സംവിധാനം നടപ്പിലാക്കുമ്പോൾ എത്രത്തോളം സൗകര്യം ലഭിക്കുമെന്നുള്ളത് ഈ പരീക്ഷണാടിസ്ഥാനം കഴിയുമ്പോൾ മനസ്സിലാകുമല്ലേ? ശ്രുതി, തീർച്ചയായും മറ്റു ക്ഷേത്രങ്ങളിൽ വ്യത്യസ്തമായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം അത്ര എളുപ്പമല്ല. കാരണം സ്പെഷ്യൽ ടോക്കൺ സംവിധാനമൊക്കെ വളരെ കുറവുള്ള ഒരു ക്ഷേത്രമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തുന്ന ഭക്തർക്ക് ഒരു ദർശനം ലഭിക്കണമെങ്കിൽ 3, 4, 5 മണിക്കൂറൊക്കെ തിരക്കുള്ള ദിവസങ്ങൾ ഒരു നീണ്ട ക്യൂ ആണ്. അതുകൊണ്ട് തന്നെ അതിനൊരു താൽക്കാലിക പരിഹാരം ഉണ്ടാക്കുക എന്നാണ് പ്രധാനമായും ലക്ഷ്യമിടുന്നത്. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോയാൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആദ്യമായി പരീക്ഷണാടിസ്ഥാനത്തിൽ വെർച്വൽ ക്യൂ സംവിധാനം ആരംഭിച്ചിരിക്കുന്ന എല്ലാവരുടെയും കയ്യിൽ കടലാസൊക്കെ ഉണ്ടോ നോക്കട്ടെ ഒന്ന്. ഇതാണ് വെർച്വൽ ക്യൂവിൻ്റെ ടോക്കൺ എന്ന് പറയുന്നത്. ഇത് വെച്ച് ഓൺലൈൻ വഴി ബുക്ക് ചെയ്താൽ സ്വാഭാവികമായും വെർച്വൽ ക്യൂ സംവിധാനത്തിൽ സമയം വരുമ്പോൾ മാത്രം എത്തിയാൽ മതി. അവർക്കതിൽ കയറുമ്പോൾ ചെയർമാൻ തന്നെ നമ്മോടൊപ്പം ചേരുകയാണ്. ചെയർമാൻ തന്നെ, ഇത് സത്യത്തിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇത്തരമൊരു സംവിധാനം നേരത്തെ തന്നെ വേണമായിരുന്നു. കാരണം ഒരുപാട് സമയം ക്യൂവിൽ നിൽക്കാതെ ഇവിടെ ഒരു ദർശനം സാധ്യമാകാത്ത സ്ഥിതിയുണ്ട്. അതിനൊരു പരിഹാരം ഉണ്ടാകുമോ പൂർണ്ണമായിട്ടും? നമുക്കത് പൂർണ്ണമായിട്ടുണ്ടാകും. നമ്മളൊരു പരീക്ഷാടിസ്ഥാനത്തിലാണ് ആഴ്ചയിൽ 2 ദിവസം ചൊവ്വയും വ്യാഴവും ഇത് വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു സ്ലോട്ടിൽ 300ഓളം പേര് കയറിപ്പോകും. അങ്ങനെ 8 സ്ലോട്ടുകളുണ്ട്. അപ്പോൾ ഈ 8 സ്ലോട്ടുകളിലൂടെ ഏകദേശം 2400 ആൾ നമുക്ക് ദർശനത്തിന് എത്തിച്ചേരും എന്നാണ് പ്രതീക്ഷ. ആ 8 സ്ലോട്ടോട് കൂടിയിട്ട് 2400 ആളുകൾ ഒരു ദിവസം പൂർണ്ണമായും ദർശനത്തിനുള്ള സൗകര്യം കിട്ടിയാൽ നമുക്ക് എല്ലാ ദിവസവും ഇത് ചെയ്യാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് മുഴുവൻ പരിശോധന കഴിഞ്ഞതിന് ശേഷം കുറ്റമറ്റതാക്കി പിന്നെ എല്ലാ ദിവസങ്ങളിലും മാസത്തിൽ മുഴുവൻ ദിവസങ്ങളിലും വെർച്വൽ ക്യൂ സിസ്റ്റം നടപ്പിലാക്കുന്നതോടുകൂടി ഈ കാണുന്ന തിരക്കുകളും ബഹളങ്ങളൊക്കെ നമുക്ക് ഇതിൽ ഏറ്റവും ഉപകാരപ്രദമാവുക ഏറ്റവും ശനി ഞായർ പോലെ അവധി ദിവസങ്ങളൊക്കെ വലിയ ഉപകാരപ്രദമാവില്ല. അത് ഉപകാരപ്രദമാവും. മാത്രമല്ല വിഷു, ഓണം ഇതെല്ലാം വരികയാണ്. അങ്ങനെ മുഴുവൻ സമയം നമുക്കിത് ചെയ്താൽ ഏകദേശം ഭക്തരുടെ ഒരു നിയന്ത്രണം ഭക്തർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്, അതായത് ഏത് സ്പെഷ്യൽ എൻട്രി ഉണ്ടാവുമോ ഇവർക്ക് വരുന്നവർക്ക്, അത് ഉള്ളിൽ കടന്നാൽ എങ്ങനെയാണ് അതിൻ്റെ സംവിധാനം? ഉള്ളിൽ കടന്ന ഇപ്പോൾ ഈ തിരക്ക് ഈ വെർച്വൽ ക്യൂവിൽ പോകുന്നവർക്ക് നേരെ ക്ഷേത്രത്തിലേക്ക് പോകാം. അതിനൊരു സംവിധാനം ഞങ്ങൾ ഒരുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ പരീക്ഷണം കഴിയട്ടെ. ഇത് ആദ്യത്തേതാണ് ഗുരുവായൂരിലും. ഇത് സക്സസ് ആയാൽ കേരളത്തിലെ ഏറ്റവും നല്ല ക്ഷേത്രമായി ഗുരുവായൂർ ക്ഷേത്രം മാറും. ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഏറ്റവും പ്രയാസം നിറഞ്ഞൊരു സ്ഥലമാണ് ഇവിടെ ദർശനത്തിന്. മറ്റു സ്ഥലങ്ങളിലൊക്കെ സ്പെഷ്യൽ ടോക്കണുകളുണ്ട്. ഇവിടെ 1000 രൂപ വരെ ഉള്ളിൽ നെയ് വിളക്കിന് മാത്രമേ ഉള്ളൂ. അതിൽ നിന്ന് വ്യത്യസ്തമായി ഭക്തർക്ക് വലിയ രീതിയിൽ ഉപകാരപ്രദമാകാൻ സാധ്യമാകുമോ? അത് ഭക്തർക്ക് ഉപകാരപ്രദമാകും. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്കറിയാം 4-5 ക്യൂ ഉണ്ട്. പ്രാദേശികം, നെയ്വിളക്ക്, സാധാരണക്കാരെ. ഇതിനകത്തുള്ള പ്രശ്നം ഈ സൈറ്റ് വഴി ഇത് ലഭ്യമാകാൻ പ്രയാസം ഉണ്ടാവുമോ? പ്രയാസം വരില്ല എന്നാണ് എൻ്റെ കണക്കൂട്ട്. ഈ കൂടി വേഗത്തിലാക്കാൻ എന്തെങ്കിലും നടപടി? കാരണം ഇപ്പോൾ ഇന്ന് ഈ പരീക്ഷണം കഴിയട്ടെ. ഒരു 2-3 പരീക്ഷണം, ഒരു ദിവസത്തെ ഇന്നത്തെ 8 ദർശനവും നാളെ 8 ദർശനം കഴിയുമ്പോൾ ഇതിൻ്റെ പോരായ്മ മനസ്സിലാക്കാൻ കഴിയും. ഇത് ആദ്യത്തേതാണ്. ഗുരുവായൂരിൽ നമ്മൾ നിയന്ത്രിക്കാൻ കഴിയാത്ത ഭക്ത തിരക്കാണ്. അപ്പോൾ ഈ രണ്ട് ദിവസത്തെ സ്ലോട്ടുകൾ പറഞ്ഞാൽ എന്താണ് ഇതിൻ്റെ പോരായ്മ? അതിനുള്ള എല്ലാ സംവിധാനം ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വലിയ സഹായം ഉണ്ടായിട്ടുണ്ട്. പിന്നെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും പോരായ്മകൾ പരിഹരിച്ച് പിന്നെ മറ്റെല്ലാ രീതിയിലും എല്ലാ ദിവസവും ആക്കാനുള്ള ശ്രമം ഉണ്ടാവും ഭാവി. ഉറപ്പാണ്. ഇത് സക്സസ് ആയാൽ എല്ലാ ദിവസവും ഈ പരീക്ഷണം ഈ സ്ലോട്ട് ഉണ്ടാവും. അതാണ് ശ്രുതി. നമുക്കറിയാം, ഗുരുവായൂർ ക്ഷേത്രത്തിൽ വന്നവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഇവിടെ തൊഴുത് ദർശനം ലഭിക്കുക എന്നൊരു വളരെ പ്രയാസം നിറഞ്ഞ. നമുക്ക് നോക്കിയ ദൃശ്യങ്ങളിലേക്ക് പോയാൽ ആളുകൾ കടന്നു പോകുന്നതാണ്. ആധാർ കാർഡ് വേണം. അതുപോലെ തന്നെ പിന്നെ ഓൺലൈൻ വഴി ബുക്ക് ചെയ്ത, അതായത് വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്ത റെസിപ്റ്റ്, ടോക്കൺ വേണം. ഇത് രണ്ടും ഉണ്ടായാൽ എളുപ്പത്തിൽ ക്ഷേത്രത്തിലേക്ക് കടക്കാം. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോയാൽ ഇവിടെ നിന്നാണ് ഈ തെക്ക് ഭാഗത്ത് നിന്നാണ്, ക്ഷമിക്കണം, വടക്ക് ഭാഗത്തു നിന്നാണ് ഈ ക്യൂ ആരംഭിക്കുന്നത്. ഈ ക്യൂ ഇങ്ങനെ വന്ന് നേരെ ചെന്ന് കയറുന്നത്
ക്ഷേത്രത്തിൻ്റെ ഏറ്റവും കിഴക്കേ നടയിലേക്കാണ്. എളുപ്പത്തിൽ ചെന്ന് കയറാൻ കഴിയാവുന്ന രീതിയിലാണ് വെർച്വൽ ക്യൂ സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഒരു പക്ഷേ ഇത് വിജയകരമായി പൂർത്തിയായാൽ ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്ക് വലിയ ആശ്വാസമാകും. സ്വാഭാവികമായി സാധാരണഗതിയിൽ എത്തുന്ന ഭക്തരുടെ ക്യൂ ഇതിന് പുറകിലാണ്. ഈ പുറകിലൂടെ ക്യൂവിൽ വന്ന് ഇവിടെ ദർശനം പൂർത്തിയാക്കണമെങ്കിൽ മണിക്കൂറുകൾ വേണ്ടിവരുമെന്നതാണ് യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കുക, ആ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രം ദേവസ്വം നടപ്പാക്കുന്നത്. സ്വാഭാവികമായും ഇത് വിജയകരമായി പൂർത്തിയാക്കേണ്ടത് ഒരുപക്ഷെ ഇവിടെ എത്തുന്ന മുഴുവൻ ഭക്തരുടെ കൂടി ആവശ്യമാണ്. ഇല്ലെങ്കിൽ മണിക്കൂറുകൾ ക്യൂ നിന്നുകൊണ്ട് ക്ഷേത്ര ദർശനം നടത്തുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഏതായാലും ഇത് വിജയകരമാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ശ്രുതി, ഓക്കെ, അതാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ എല്ലാ ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയുമാണ് ഇപ്പോൾ നിലവിൽ ദർശനം. അത് പരീക്ഷണാടിസ്ഥാനത്തിൽ അത് സക്സസ് ആയി കഴിഞ്ഞാൽ, വിജയിച്ചു കഴിഞ്ഞാൽ എല്ലാ ദിവസങ്ങളിലേക്കും നടത്തുമെന്നുള്ളതാണ്. ദിവസവും 8 മണിക്കൂർ വെർച്വൽ ക്യൂ ദർശനം ഉണ്ടാകും. ഇപ്പോൾ പ്രതിദിനം 2400 ഭക്തർക്ക് ദർശന സൗകര്യം ലഭിക്കുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ജെയ്സൺ ചാമവളപ്പിലാണ് ഗുരുവായൂരിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.